മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം കെ ജെ യേശുദാസിന് 85-ാം പിറന്നാൾ. ഒൻപതാം വയസ്സിൽ തുടങ്ങിയ സംഗീത സബര്യ തലമുറകൾ പിന്നിട്ട് ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. മലയാളികൾക്ക് സംഗീത മധുരവും ശ്രുതിശുദ്ധവുമായ ഒരു കാലമാണ് യേശുദാസ്. മലയാളത്തിന്റെ ദേശസത്തയെ മലയാളി വീണ്ടെടുത്ത നാദരൂപം. 1960-ൽ തൃപ്പൂണിത്തുറ RLV അക്കാദമിയിൽ നിന്ന് 1ാം റാങ്കോടെ ഗാനഭൂഷണം. പിന്നീട് സംഗീതഭൂഷണത്തിന് തിരുവനന്തപുരം സ്വാതി തിരുനാൾ അക്കാദമിയിലെത്തിയത് വഴിത്തിരിവായി. പ്രിൻസിപ്പലായിരുന്ന ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ വഴി സാക്ഷാൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സവിധത്തിലേക്ക്. MB ശ്രീനിവാസന്റെ സംഗീതത്തിൽ കാൽപ്പാടുകൾ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവിന്റെ വരികൾ പാടി സിനിമ സംഗീത ലോകത്തേക്ക്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഓരോ മലയാളിയുടെയും ഹൃദയാന്തരത്തിൽ ആ മാസ്മരിക ശബ്ദമുണ്ട്. പ്രണയം, വിരഹം, ദുഃഖം, നിരാശ, സന്തോഷം തുടങ്ങി സമ്മിശ്ര വികാരങ്ങളുടെ പ്രതിഫലനമാണ് ആ ശബ്ദ സാന്നിധ്യം. കെ ജെ യേശുദാസിന്റെ രവീന്ദ്രനുമായുള്ള കൂട്ടുകെട്ട് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിൽ ഒന്നാണ്. എന്തിനു വേറൊരു മധുവസന്തം ഇന്നു നീ എന്നരികിലില്ലേ. പാട്ടിന്റെ മോഹവലയം തീർക്കുന്ന ശബ്ദ സാന്നിധ്യം കൊണ്ട് ജാതിമത ഭേദമെന്നെ നിരവധി ഭക്തിഗാനങ്ങളിലും യേശുദാസ് ഹിറ്റുകൾ സമ്മാനിച്ചു. ദൈവങ്ങളെ ദിവസവും മന്ത്രിച്ചുണർത്തുന്ന ശബ്ദമായി യേശുദാസ് മാറുകയായിരുന്നു. ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാദുകം. യേശുദാസ് പാടാത്ത ഇന്ത്യൻ ഭാഷകളില്ല. മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം 8 തവണ നേടിയ ഇദ്ദേഹം കേരള, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ബംഗാൾ സംസ്ഥാനങ്ങളുടെ മികച്ച പിന്നണി ഗായകനുള്ള അവാർഡുകൾ നേടിയിട്ടുണ്ട്. ഇപ്പോൾ 2017 പത്മവിഭൂഷൺ, 2002 പത്മഭൂഷൺ, 1973 പത്മശ്രീ എന്നീ ബഹുമതികൾ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. സംഗീത പ്രേമികളുടെ ഹൃദയത്തെ തൊട്ടുണർത്തിയ അനശ്വര ഗാനഗന്ധർവന് മലയാളികളുടെ സ്വന്തം ദാസേട്ടന് പിറന്നാളാശംസകൾ. മധുമൊഴിരാതെ നിന്നെ തേടി